തിരുവനന്തപുരം മണ്ഡലം CMPക്ക് നൽകാനുള്ള തീരുമാനത്തിനെതിരെ കോൺഗ്രസിൽ അമർഷം ശക്തം. തിരുവനന്തപുരം സീറ്റ് കോൺഗ്രസിൻ്റെതെന്ന ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടു. വിവരങ്ങളുമായി രജീഷ് നരിക്കുണിയുണ്ട്. രജീഷ്, വിശദാംശങ്ങൾ. ഹരി, തിരുവനന്തപുരത്ത് സെൻട്രൽ സീറ്റ് അത് CMPക്ക് നൽകാനുള്ള തീരുമാനം UDF-നകത്ത് വന്നിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ചുവരെഴുത്ത് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം സീറ്റ് അത് കോൺഗ്രസിൻ്റേത്, തിരുവനന്തപുരം മണ്ഡലം സെൻട്രൽ മണ്ഡലം അത് കോൺഗ്രസിൻ്റേതാണെന്ന് എഴുതുന്ന ചുമരെഴുത്തുകളാണ് ഇവിടെ വഞ്ചൂരിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പുളിമൂടിൽ നിന്നും വഞ്ചൂരിലേക്ക് പോകുന്ന റോഡിൻ്റെ വലതുവശത്താണ് ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം ഈ ചുമരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടത്. നേരത്തെ തന്നെ കോൺഗ്രസിനകത്ത് വലിയ രീതിയിൽ അമർഷമുണ്ടായിരുന്നു. കാരണം ഈ സീറ്റ് CMPക്ക് അല്ലെങ്കിൽ ഇവിടെ ഗരാക്ഷിക്ക് വിട്ടു നൽകിയാൽ അത് വലിയ ദോഷം ചെയ്യുമെന്ന വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനകത്തുണ്ട്. അതേസമയം തന്നെ ഈ സീറ്റ് നേരത്തെ തന്നെ ഘടകകക്ഷി ചർച്ചയിൽ CMPക്ക് നൽകാനുള്ള ഏകദേശ ധാരണയായിരുന്നു. അതിനെതിരെയാണ് കോൺഗ്രസിൽ വലിയ രീതിയിൽ അമർഷം തുടരുന്നത്. VS ശിവകുമാർ അടക്കമുള്ളവർ ഇതിനെതിരെ കടുത്തമായ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു തിരുവനന്തപുരം സീറ്റ് കോൺഗ്രസിൻ്റെ. ഇന്ന് രാത്രി 8 മണിയോട് കൂടിയാണ് ഈ ഒരു എഴുത്ത് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് പല സ്ഥലത്തും ഇത്തരത്തിൽ വെള്ള പെയിന്റ് അടിച്ച് അതിൽ നിന്നും കൈപ്പത്തി ചിഹ്നം അവർ പതിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എഴുതി വെച്ചിരിക്കുന്നത് തിരുവനന്തപുരം സീറ്റ് അത് കോൺഗ്രസിൻ്റെതാണെന്ന് ആണ് ഈ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ പൊട്ടിത്തെറി കോൺഗ്രസിനകത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. UDF അവർ ശക്തമായ ഈ CMPക്ക് സീറ്റ് നൽകാനാണെങ്കിൽ കോൺഗ്രസിൽ തിരുവനന്തപുരത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയും പലരും ഒരുപക്ഷെ പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹരി, ശരി, രജീഷ് നരിക്കുനിയാണ് വിവരങ്ങൾ നൽകിയത്. തുടർച്ചയായി 10ാം ദിവസവും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ശക്തമായ മിസൈൽ ആക്രമണം. ബഹ്റൈനിലെ സിത്രയിൽ ഡ്രോൺ ആക്രമണത്തിൽ 32 പേർക്ക് പരിക്കേറ്റു. ബാപ്കോ ഓയിൽ റിഫൈനറിക്ക് നേരെയും ആക്രമണമുണ്ടായി. UAE-യിലെ ഫുജൈറയിൽ എണ്ണ വ്യവസായ കേന്ദ്രത്തിന് തീപിടിച്ചു. കുവൈത്തിൽ വൈദ്യുതി പ്ലാന്റിനും തീപിടിച്ചു. വിവരങ്ങളുമായി MCA നാസർ ചേരുന്നുണ്ട്. MCA, ഈ പ്രത്യാക്രമണങ്ങൾ ഉടനൊന്നും അവസാനിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നിലവിൽ ഗൾഫിലെ സാഹചര്യം എന്താണ്? ഹരിഗോവിന്ദ്, അല്പം മുമ്പ് ഒമാന്റെ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. അടിയന്തരമായിട്ടുള്ള ഒരു വെടിനിർത്തലിന് ഇരുപക്ഷവും തയ്യാറാകണമെന്നൊരു അഭ്യർത്ഥനയാണ് ഒമാൻ വിദേശകാര്യമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത്. നേരത്തെ അമേരിക്കക്കും ഇറാനും ഇടയിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു സമവായ നീക്കത്തിന് ഏറ്റവും മുമ്പിൽ നിന്നൊരു രാജ്യം കൂടിയാണ് ഒമാൻ. അതോടൊപ്പം തന്നെയാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളും ഒരു വെടിനിർത്തലിന്റെ ഏറ്റവും അടിയന്തരമായിട്ടുള്ള ആവശ്യകത ഉന്നയിച്ച് ഇന്ന് രംഗത്ത് വരികയുണ്ടായി. ഇതിൽ ബഹ്റൈൻ രാജാവുണ്ട്, അതോടൊപ്പം തന്നെ കുവൈത്ത് അമീർ ഉൾപ്പെടെയുള്ളവരും പ്രതികരണത്തിലൂടെ ഈ സങ്കീർണമായിട്ടുള്ളൊരവസ്ഥ തുടരുന്നത് പല നിലക്കും ഈ മേഖലയെ മാത്രമല്ല ലോക സമ്പദ്ഘടനയെയും പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് കുറെ കൂടി ഒരു തുറന്ന ഒരു സഹകരണ മനോഭാവത്തോടു കൂടി എല്ലാവരും മുന്നോട്ട് പോകണമെന്നൊരു അഭിപ്രായം ഈ വിവിധ ഭരണ നേതാക്കൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. UAE-യുടെ UN-ലെ പ്രതിനിധി സ്ഥാനപതി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ തങ്ങൾക്ക് നേരെ ഉണ്ടായാലും ഇറാനെ തിരിച്ചടിക്കാനോ ആ അർത്ഥത്തിലുള്ള ഇറാനെതിരായിട്ടുള്ള ഒരു ആക്രമണത്തിനോ UAE തയ്യാറാവുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നാണ് തങ്ങളും ആഗ്രഹിക്കുന്നത്. പക്ഷേ തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള ഒരു കടന്നാക്രമണമാണ്. അതോടൊപ്പം തങ്ങൾക്ക് എതിരെ മാത്രമല്ല വിവിധ ഗൾഫ് രാജ്യങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇറാൻ തുടരുന്നത്. അതൊരു നിലക്കും അനുവദിക്കാനാവില്ല. പക്ഷേ അതിൻ്റെ മേൽ മറ്റൊരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന നടപടികളിലേക്ക് തങ്ങൾ നീങ്ങുകയില്ല എന്ന് UAE-യും മറ്റ് ഗൾഫ് രാജ്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. അല്പം മുമ്പാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി ഖത്തർ, കുവൈത്ത് എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ടെലിഫോണിൽ സംസാരിച്ചിരിക്കുന്നത്. ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വെടിനിർത്തലിലേക്ക് പോയിട്ടില്ല എങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി നൽകിയിരിക്കുന്നത്. റഷ്യയുടെ ഭാഗത്തു നിന്നും ഒരു വെടിനിർത്തലിനുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു ആവശ്യം ഉയരുന്നുണ്ട്. UK, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളും അടിയന്തരമായിട്ടുള്ള വെടിനിർത്തൽ ഉണ്ടായിട്ടില്ലെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് ഈ പ്രത്യാക്രമണങ്ങളൊക്കെ ഒരു ഭാഗത്ത് തുടരുന്നൊരു ഘട്ടത്തിലും ഈ പ്രതിസന്ധി നീളുകയാണെങ്കിൽ അത് ലോക സമ്പദ്ഘടനയെ വലിയ തോതിൽ തന്നെ ബാധിക്കും. കാരണം എണ്ണവില ആ സ്വഭാവത്തിലാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വിഭവങ്ങളുടെ കമ്മി ലോകതലത്തിൽ തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങണമെന്ന ഒരു ആഗ്രഹമാണ് വിവിധ രാജ്യങ്ങൾ ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അമേരിക്കയുടെയും ഇറാന്റെയും ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഈ വെടിനിർത്തൽ പെട്ടെന്ന് തന്നെ നടപ്പാക്കാനുള്ള ഒരു നടപടികളിലേക്കും അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പോലും വ്യക്തമാക്കുന്നത് എന്തായാലും ഇസ്രായേലുമായി ചേർന്നുകൊണ്ട് മാത്രമായിരിക്കും, രണ്ടു കൂട്ടരും മാത്രമായിരിക്കും ഒരു വെടിനിർത്തലിന്റെ ആവശ്യകതയും അത്തരം സമയവും തീരുമാനിക്കുക. അത് ഉചിത സമയത്ത് മാത്രമേ ഉണ്ടാകൂ എന്നാണ് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത്. ഇറാനാകട്ടെ
കാലഘട്ടത്തെ തങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പാണ് ഇപ്പോൾ തുടരുന്നത് എന്ന ഒരു വിശദീകരണം കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഹരിഗോവിന്ദ്. MC, അതോടൊപ്പം നമ്മൾ ഈ ഇറാന്റെ ആക്രമണത്തെക്കുറിച്ച് പറയുമ്പോഴും ഗൾഫിലെ എനിക്ക് തോന്നുന്നു എണ്ണ ശേഖരങ്ങളെയാണ് കൂടുതലായി ഇറാൻ ആക്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആക്രമണം വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കില്ലേ? അതെ ഹരിഗോവിന്ദ്, നേരത്തെ തന്നെ ഇറാൻ പല തവണയും വ്യക്തമാക്കിയത് ഈ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മാത്രമായിരിക്കും തങ്ങളുടെ ആക്രമണം, അയൽ രാജ്യങ്ങൾക്ക് നേരെ ആ അർത്ഥത്തിലുള്ള ഒരു കടന്നാക്രമണം ഉണ്ടാകില്ല എന്നായിരുന്നു. പക്ഷേ തുടക്കം മുതൽ തന്നെ അടിസ്ഥാന സൗകര്യ മേഖലകളിലേക്ക് കൂടി ഇറാൻ തങ്ങളുടെ മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വിമാനത്താവളങ്ങളാവട്ടെ, എണ്ണ കേന്ദ്രങ്ങളാവട്ടെ, അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളിലേക്ക് കൂടി. ഇപ്പോൾ ബഹ്റൈനിലൊക്കെ ജലശുദ്ധീകരണ പ്ലാന്റിന് നേർക്ക് പോലും ആക്രമണം നടന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ സിത്രയിലും മറ്റും നടന്ന നിരവധി പേർക്ക് പരിക്കേറ്റ സംഭവങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ കടന്നുകയറ്റത്തോട് അതിശക്തമായിട്ടുള്ള വിയോജിപ്പും പ്രതിഷേധവും വിവിധ ഗൾഫ് രാജ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ പോലും പിന്നെ പരമാവധി ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം, ഇത് നീണ്ടുപോകുന്നത് മേഖലയുടെ സുരക്ഷയ്ക്കും കെട്ടുറപ്പിനും ഭാവിക്കും വലിയ തോതിൽ തന്നെ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന അർത്ഥത്തിൽ ഏതൊരു പിന്നെ സമവായ നീക്കത്തിനും തങ്ങൾ മുൻകൈയെടുക്കുമെന്നൊരു പ്രതികരണമാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ അർത്ഥത്തിലേക്ക് അമേരിക്കയും ഇസ്രായേലും ഇറാനും വരാനുള്ള സാധ്യത അതെത്ര ഉണ്ട് എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിലും ബാക്കി നിൽക്കുന്നത്. അജയ് ഗോവിന്ദ്. MC, മറ്റൊരു കാര്യം കൂടി, നമ്മൾ ഈ ഗൾഫിലെ ആക്രമണങ്ങളെ കുറിച്ച് പറയുന്നു, പക്ഷേ ഇറാനിലും ഇസ്രായേലും ഇപ്പോഴും പ്രത്യാക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാനിൽ എന്തെങ്കിലും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതോടൊപ്പം ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേലിൽ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് നിലവിലുണ്ടായിട്ടുള്ളത്? ഹരിഗോവിന്ദ്, എല്ലാ യുദ്ധത്തിൻ്റെയും ബാക്കിപത്രം എന്താണ് ഓരോ യുദ്ധത്തിലും നടക്കുന്നത്, അതിൻ്റെ അതേ നേർപ്പകർപ്പുകളാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത് ലെബനാനിലാവട്ടെ മറ്റ് രാജ്യങ്ങളിലാവട്ടെ അതിസങ്കീർണമായിട്ടുള്ള മാനുഷിക പ്രതിസന്ധിയാണുള്ളത്. 6 ലക്ഷത്തിലധികം പേരാണ് ഈ ലെബനാനിൽ നിന്ന് മാത്രം ഇപ്പോൾ അഭയാർത്ഥികളായി മാറിയിരിക്കുന്നത്. ഇറാന്റെ വിവിധ മേഖലകളിൽ 32 പ്രവിശ്യകൾക്ക് നേരെയും ആക്രമണം അമേരിക്കയും ഇസ്രായേലും നടക്കുമ്പോൾ അവിടെയും പിടഞ്ഞു മരിക്കുന്നത് ഒരുപാട് സാധാരണ മനുഷ്യരാണ്. നിരവധി പേർക്ക്, ആയിരങ്ങൾക്ക് പരിക്കേറ്റ ഒരു സാഹചര്യവും വിവിധ പ്രവിശ്യകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിന് നേർക്കുള്ള ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ആക്രമണം നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ട് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ മനുഷ്യരാണ്. ഇപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രിയോട് പ്രതികരണം വന്നിരിക്കുന്നത് തങ്ങൾ സാധാരണ മനുഷ്യർ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുകയില്ല, അമേരിക്കക്കാരായാൽ പോലും അവർക്കെതിരെ ആക്രമണം, സാധാരണ മനുഷ്യർ സിവിലിയൻ സമൂഹത്തിനെതിരെ ആക്രമണം ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ ഇതിന്റെ ഇരകളായി മാറുന്നത് തികച്ചും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അതിന് പരിധികളോ മറ്റും ഒന്നും വ്യത്യാസമില്ല. പല രാജ്യങ്ങളിലും അതിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരുന്നത് തികച്ചും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ തന്നെയാണ്. ഹരിഗോവിന്ദ്. ശരി, ഗൾഫിൽ ഇപ്പോഴും ആക്രമണം തുടരുകയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന്. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. ഗൾഫിലെ CBSE പരീക്ഷകൾ വീണ്ടും മാറ്റിവെച്ചു. ഈ മാസം 12 മുതൽ 16 വരെ നടക്കേണ്ട 12ാം ക്ലാസ് പരീക്ഷകളാണ് മാറ്റിവെച്ചത്. UAE-യിൽ ഇന്ന് 5 പേർക്കാണ് ഇറാൻ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഹെലികോപ്റ്റർ അപകടത്തിൽ 2 സൈനികരും കൊല്ലപ്പെട്ടു. സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വിവരങ്ങളുമായി ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, ഗൾഫിലെ ഈ യുദ്ധത്തിൽ അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾ തുടരുകയാണ്. ഇപ്പോൾ വീണ്ടും പരീക്ഷകൾ മാറ്റിവെച്ചു എന്ന് മനസ്സിലാക്കുന്നു. മറ്റെന്തെങ്കിലും ആക്രമണങ്ങൾ ഇന്ന് UAE-യിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഹരി, ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് UAE-യിലെ ഗൾഫിലെ മൊത്തം വിദ്യാർത്ഥി സമൂഹമാണ്. നേരത്തെ CBSE 10ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കിയിരുന്നു. അവരുടെ പരീക്ഷാഫലം മറ്റൊരു രീതിയിൽ പിന്നീട് പ്രസിദ്ധീകരിക്കാമെന്നാണ് CBSE അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ പലവട്ടമായി CBSE 12ാം ക്ലാസ് പരീക്ഷ മാറ്റിവെക്കുകയാണ്. ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത് 12 മുതൽ 16 വരെ നടക്കേണ്ട 12ാം ക്ലാസ് പരീക്ഷകളാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഇതിൽ 17-ന് ശേഷം നടക്കേണ്ട പരീക്ഷകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പിന്നീട് ഈ സ്ഥിതി പരിശോധിച്ച ശേഷം അറിയിക്കാമെന്നാണ് CBSE അറിയിച്ചിട്ടുള്ളത്. സമാനമായ രീതിയിൽ നേരത്തെ SSLC പരീക്ഷകളും മാറ്റിവെച്ചിരുന്നു. ഇനി ആക്രമണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് ഇറാൻ ആക്രമണത്തിൽ മൊത്തം 5 പേർക്കാണ് UAE-യിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇപ്പോൾ പരിക്കേറ്റവരുടെ എണ്ണം 117 ആയിരിക്കുന്നു. ഇതിൽ അബുദാബിയിൽ 2 സംഭവങ്ങളിലായി 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഒന്ന് ഒരു ഈജിപ്ത് സ്വദേശിയാണ്, മറ്റൊന്ന് ജോർദാൻ സ്വദേശിയാണ്.
മൊത്തം ഇന്ന് 15 ബാലിസ്റ്റിക് മിസൈലുകളാണ് UAEക്ക് നേരെ വന്നത്. 18 ഡ്രോണുകളും ആക്രമണം നടത്തി. ഇതിൽ 12 മിസൈലുകൾ പ്രതിരോധിക്കാൻ UAEക്ക് സാധിച്ചിട്ടുണ്ട്. 3 എണ്ണം കടലിൽ പതിച്ചു എന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. 18 ഡ്രോണുകളിൽ 17 എണ്ണവും പ്രതിരോധിക്കാൻ UAEക്ക് കഴിഞ്ഞു. ഒരെണ്ണം ഒരു ലക്ഷ്യസ്ഥാനത്ത് പതിച്ചിട്ടുണ്ട് എന്നാണ് അറിയിക്കുന്നത്. രാവിലെ തന്നെ ഫുജൈറയിലെ ഓയിൽ ഇൻഡസ്ട്രിയൽ സോണിൽ വലിയൊരു ആക്രമണം നടത്തിയിരുന്നു. അതിൽ പ്രതിരോധിക്കുകയും അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് അവിടെ വലിയ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആ തീപിടുത്തം നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നാണ് ഫുജൈറ മീഡിയ ഓഫീസ് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് മറ്റൊരു അപകടം, ഹെലികോപ്റ്റർ അപകടം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നതനുസരിച്ച് 2 സൈനികരാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇത് മറ്റ് ആക്രമണവുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. എങ്കിലും ഹെലികോപ്റ്ററിന്റെ സാങ്കേതിക പിഴവാണ് ഇത്തരമൊരു അപകടത്തിന് കാരണമായതെന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ഹരി, അപ്പം ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം തുടരുന്ന ഒരു പശ്ചാത്തലമാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ ആക്രമണം ഗൾഫ് രാജ്യങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ശക്തമായൊരു തിരിച്ചടിക്കുള്ള സാധ്യതയുണ്ടോ? തിരിച്ചടിക്കുന്നില്ല എന്നുള്ള നിലയിലാണ് UAE നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് UN-ൽ UAEയുടെ സ്ഥാനപതി പോലും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു തിരിച്ചടിക്ക് ഒരുക്കമല്ല, കാരണം അത് സംഘർഷത്തെ വ്യാപിപ്പിക്കുക മാത്രമാണ് ചെയ്യുക. എന്നാൽ പ്രതിരോധത്തിലൂന്നിയുള്ള പ്രവർത്തനമായിരിക്കും UAE ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ചില ഇസ്രായേൽ മാധ്യമങ്ങൾ UAE ഇത്തരത്തിൽ ആക്രമണം നടത്തി കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റിന് നേരെ ഇറാനിൽ ആക്രമണം നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ തന്നെ അക്കാര്യം നിഷേധിക്കുന്ന നിലയിലാണ് UAE വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. പ്രതിരോധത്തിലൂന്നിയ പ്രവർത്തനത്തിനായിരിക്കും UAE ഊന്നൽ നൽകുക എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഹരി, ശരി, ഷിനോദ് സംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. ഖത്തറിനെ ലക്ഷ്യമിട്ട് വീണ്ടും ഇറാൻ ആക്രമണം. ഇന്ന് 2 തവണയാണ് ഇറാൻ മിസൈലുകൾ രാജ്യത്തെ ലക്ഷ്യം വെച്ചത്. എല്ലാ മിസൈലുകളെയും സായുധ സേന പ്രതിരോധിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആർക്കും പരിക്കില്ല. അതിനിടെ യുദ്ധത്തിനിടെ ഖത്തറിൽ കുടുങ്ങിയ 300-ലേറെ ഇന്ത്യക്കാർ ഇന്ന് നാട്ടിലെത്തി. ഖത്തർ എയർവേസ് വിമാനത്തിലാണ് ഇവർ നാട്ടിലേക്ക് തിരിച്ചത്. നാളെ കൊച്ചിയിലേക്കും വിമാന സർവീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ രാജ്യത്തോട് ചെയ്തത് കടുത്ത വഞ്ചനയാണെന്ന് ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു. ഇറാനെതിരെയുള്ള ഒരു സൈനിക നടപടിയിലും രാജ്യം പങ്കെടുത്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. We have our defense and security personnel has been doing a great job in defending the country and its people, citizens, visitors, and residences who are here. They have demonstrated professional way in dealing with all these threats that's coming from Iran. വിവരങ്ങളുമായി അബ്ബാസ് ചേരുന്നുണ്ട്. അബ്ബാസ്, നേരത്തെ ഇറാൻ തന്നെ സൂചിപ്പിച്ചിരുന്നു തങ്ങളെ ആക്രമിക്കാത്ത ഗൾഫ് രാജ്യങ്ങളെ തിരിച്ച് ആക്രമിക്കില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഖത്തർ പ്രധാനമന്ത്രി തന്നെ പറയുന്നു ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു വഞ്ചനയാണ് ഉണ്ടായിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതൊരു കൂടുതൽ വഷളാക്കുകയല്ലേ കാര്യങ്ങൾ? സ്കൈ ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിലാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി ഈ ഇറാൻ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് കാര്യങ്ങളൊക്കെ വിശദമാക്കിയത്. അഥവാ ഈ ഇറാൻ നടത്തിയത് ഒരു ആത്മവഞ്ചനയാണ്. തങ്ങളുമായി വളരെ നല്ല അയൽപക്ക ബന്ധം സൂക്ഷിക്കുന്ന രാജ്യമായിരുന്നു ഇറാൻ ഇത് ചെയ്യുമെന്ന് തങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നാണ് അദ്ദേഹം ഈ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ആക്രമണം പശ്ചിമേഷ്യയിൽ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ ഇതുണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. കാരണം ഈ LNGയുടെ ഉൽപ്പാദനം താൽക്കാലികമായി നിർത്തിവെച്ചത്, അതുപോലെ തന്നെ LNGയുടെ ലോകത്തെ ആകെ LNGയുടെ ഉൽപ്പാദനത്തിന് 20% ഖത്തറിൽ നിന്നാണ് നടക്കുന്നത്. അത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന ആഘാതവും അതിനോടനുബന്ധിച്ച് ആഗോളതലത്തിൽ തന്നെ ഉണ്ടാകുന്ന വിലക്കയറ്റം അതുപോലുള്ള പ്രശ്നങ്ങളും ഒക്കെ വളരെ വലുതായിരിക്കുമെന്ന് കൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഇതോടൊപ്പം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഇറാൻ നടത്തിയ ആക്രമണം ഇവിടുത്തെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ കൂടിയാണ്. തങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും ഈ നേരിട്ട് ഇറാനെതിരെ നടത്തിയ ഒരു ആക്രമണത്തിൽ തന്നെ ഒരു ഘട്ടത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇറാൻ നിരത്തുന്ന ന്യായീകരണങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന്
എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. ഖത്തർ പ്രധാനമന്ത്രിയുടെ അഭിമുഖം വളരെ പ്രാധാന്യപൂർവ്വമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ഈ ഒരു ആക്രമണം നടന്ന ശേഷം ആദ്യമായിട്ടാണ് ഖത്തറിലെ ഒരു ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തുന്നത്. അതിന് പുറമെയാണ് ഇപ്പോൾ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി ഇക്കാര്യത്തിൽ രാജ്യത്തിന് നിലപാട് വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇക്കാര്യത്തിൽ ഖത്തർ സംഭാഷണത്തിന് തയ്യാറാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഹരി, അബ്ബാസ് അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ LNGയുടെ ഉൽപ്പാദനം നിർത്തിയിട്ട് ഇപ്പോൾ ദിവസങ്ങളായിട്ടുണ്ട്. അത് ലോകത്ത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം യൂറോപ്പിലൊക്കെ ഏകദേശം 50% വിലവർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉൽപ്പാദനം ഇനി എന്ന് തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? ഹരി, ഇക്കാര്യത്തിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള സൂചനയുമില്ല. കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം വക്താവ് മാജിദ് അൽ അൻസാരി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇതിൻ്റെ ഒരു ആഘാതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഖത്തർ എനർജി എന്നുള്ളതാണ്. ഖത്തർ എനർജിയുടെ എക്സ്പേർട്ട് കമ്മിറ്റി ഇക്കാര്യം പഠിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പുനരാലോചന ഉണ്ടാകുകയുള്ളൂ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഖത്തർ എനർജി അവരുടെ ഫോഴ്സ് മെജർ എന്ന് പറയുന്ന നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. അഥവാ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ദുരന്തത്തിൻ്റെയൊക്കെ സാഹചര്യത്തിൽ, യുദ്ധം പോലെയോ അല്ലെങ്കിൽ മഹാമാരി പോലെയുള്ളൊക്കെ സാഹചര്യത്തിൽ പുറപ്പെടുവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നോട്ടീസാണ് ഈ ഫോഴ്സ് മെജർ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് പാർട്ട്ണർ കമ്പനികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ ഈ ഖത്തർ എനർജിക്കെതിരെ ഇക്കാലയളവിൽ ഈ നോട്ടീസ് പുറപ്പെടുവിച്ചാൽ നിയമ നടപടികൾക്കായി കോടതിയെ സമീപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അഥവാ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഖത്തർ എനർജിക്ക് വലിയ രീതിയിലുള്ള LNG ഉൽപ്പാദനവും അതുപോലെ LNGയുടെ കയറ്റുമതിയും ഉണ്ട്. പെട്രോനെറ്റ് അടക്കമുള്ള, അതുപോലെ ഗെയിൽ, അതുപോലെ ഗുജറാത്ത് പെട്രോളിയം കോർപ്പറേഷൻ അടക്കമുള്ള കമ്പനികൾക്ക് ഖത്തർ എനർജിയുമായി കരാറുണ്ട്. ഈ കരാറൊന്നും ഈ വരുന്ന സമയങ്ങളിൽ യഥാവിധി പാലിക്കാൻ ഖത്തർ എനർജിക്ക് ആകില്ല. കാരണം ഈ ഒരു സാഹചര്യം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓൺഷോറിലെയും ഓഫ്ഷോറിലെയും ഒക്കെ ജീവനക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് അവരെ എല്ലാവരെയും നിലവിൽ മറ്റൊരിടത്തേക്ക് മാറ്റിയ സ്ഥിതിയാണെന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ കമ്മിറ്റി ഇക്കാര്യം പഠിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഖത്തർ എനർജിയാണ് ഇക്കാര്യത്തിൽ അന്തിമ വാക്ക് പറയേണ്ടത്. ഇതോടൊപ്പം തന്നെ ഇന്ന് ഖത്തറിൽ നടത്തിയ ആക്രമണങ്ങൾ രണ്ട് ആക്രമണമാണ് ഇന്ന് ഖത്തറിനെതിരെ ഇറാൻ നടത്തിയത്. ഒന്ന് അത് പുലർച്ചെ 3:18. രണ്ടാമത്തെ ആക്രമണം നടന്നത് 3:20 കൂടിയായിരുന്നു, വൈകിട്ട് ഉച്ചതിരിഞ്ഞ്. ഈ 17 ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ തന്നെ 6 ഡ്രോണുകളുമാണ് ഈ രാജ്യത്തിനെതിരെ ഇറാൻ തൊടുത്തുവിട്ടത്. ഈ എല്ലാ ആക്രമണങ്ങളും സായുധ സേന തകർത്തു എന്നാണ് പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ജനജീവിതം സാധാരണഗതിയിലാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആളപായങ്ങളോ നാശനഷ്ടങ്ങളോ ഇക്കാര്യത്തിൽ ഈ ആക്രമണത്തിൽ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതോടൊപ്പം തന്നെ 300-ലധികം വരുന്ന ആളുകളെ ഇവിടെ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഇതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇന്ത്യയിലേക്ക് നടത്തിയ വിമാന സർവീസുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് 300-ലേറെ പേരാണ് ഇന്ത്യയിലേക്ക് ഖത്തറിൽ നിന്ന് വിമാനത്തിൽ ന്യൂഡൽഹിയിൽ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. അതോടൊപ്പം നാളെ കൊച്ചിയിലേക്കും അതുപോലെ മുംബൈയിലേക്കും വിമാനമുണ്ട്. ഇവിടുന്ന് ഹ്രസ്വകാല വിസയിലും അതുപോലെ ട്രാൻസിറ്റ് പാസഞ്ചേഴ്സുമായിട്ട് ഇവിടെ കുടുങ്ങിയ ആളുകളെയാണ് താൽക്കാലികമായിട്ട് ഖത്തർ എയർവേസ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസുണ്ട്. പ്രത്യേകമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വാണിജ്യ സർവീസ് ഇതുവരെ ഖത്തർ എയർവേസ് പുനരാരംഭിച്ചിട്ടില്ല. ഉറപ്പില്ലാത്ത, കൺഫേംഡ് അല്ലാത്ത ടിക്കറ്റുകൾ ഒരിക്കൽ പോലും വിമാനത്താവളത്തിലേക്ക് പോകേണ്ടതില്ല. ഈ ടിക്കറ്റുള്ളവർ വിമാനത്താവളത്തിലേക്ക് പോകരുത്. നിരന്തരം വിമാന കമ്പനികളുമായി ബന്ധപ്പെടണമെന്നും അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഹരി, ശരി, ഖത്തറിനെ ലക്ഷ്യമിട്ട് വീണ്ടും ഇറാൻ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് 2 തവണയാണ് ഇറാൻ മിസൈലുകൾ രാജ്യത്തെ ലക്ഷ്യം വെച്ചത്. എല്ലാ മിസൈലുകളെയും സായുധ സേന പ്രതിരോധിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അബ്ബാസ് മുഹമ്മദാണ് ഇപ്പോൾ ഖത്തറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കുവൈത്തിൽ ജനജീവിതം പൊതുവെ സാധാരണ നിലയിൽ തുടരുകയാണ്. പുലർച്ചെയുണ്ടായ ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങൾക്ക് ശേഷം കാര്യമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സുബിയ പവർ ആൻഡ് വാട്ടർ പ്ലാന്റിലെ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതായി അധികൃതർ അറിയിച്ചു. അതിനിടെ ഇറാൻ അംബാസിഡറെ വിളിച്ചു വരുത്തി കുവൈത്ത് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വിവരങ്ങളുമായി സലീം കോട്ടയിൽ ചേരുന്നുണ്ട്. സലീമ, കുവൈത്തിൽ പൊതുവെ ശാന്തമാണ് അന്തരീക്ഷം. നിലവിൽ ഇന്നുണ്ടായ ആക്രമണത്തിൽ എന്തെങ്കിലും അപകടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഹരി, കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് കുവൈത്തിൽ പൊതുവെ ശാന്തമായ ദിവസമായിരുന്നു. പുലർച്ചെ ചില ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലായിരുന്നു. ഇതിനിടെ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളുടെ ഭാഗമായി
കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷേൽ അഹമ്മദ് അൽ ജാബർ സഭ രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ രാജ്യത്തെ ഐക്യവും ജാഗ്രതയും നിലനിർത്തണമെന്ന് അദ്ദേഹം പൗരന്മാരോടും പ്രവാസികളോടും ആഹ്വാനം ചെയ്തു. കിംവദന്തികളും തെറ്റായ വിവരങ്ങളും ഒഴിവാക്കി ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും അമീർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം റമദാൻ 21 രാവായതിനാൽ പള്ളികളിൽ വിശ്വാസികളുടെ തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. കിയാം നമസ്കാരങ്ങൾക്ക് ഔഖാഫ് മന്ത്രാലയം നേരത്തെ നിയന്ത്രണങ്ങളുടെ അനുമതി നൽകിയിരുന്നു. ഇതിനിടെ സുബിയ പവർ ആൻഡ് വാട്ടർ ഡിസ്റ്റിലേഷൻ പ്ലാന്റിലെ ഒരു ഇന്ധന ടാങ്കിൽ ഇന്ന് രാവിലെ ഉണ്ടായ തീപിടുത്തം അഗ്നിശമന സേന നിയന്ത്രണ വിധേയമാക്കി. സംഭവ സ്ഥലത്ത് ഡ്രോൺ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് സുരക്ഷാ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആർക്കും പരിക്കില്ലെന്നും വൈദ്യുതി ജലവിതരണ സംവിധാനങ്ങൾ സാധാരണ നിലയിൽ തുടരുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ലക്ഷ്യമിട്ട് വന്ന നിരവധി ആക്രമണങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനം തടഞ്ഞതായും അധികൃതർ അറിയിച്ചു. ഇതുവരെ 224 ബാലിസ്റ്റിക് മിസൈലുകളും 423 ഡ്രോണുകളും തടഞ്ഞതായാണ് ഔദ്യോഗിക വിവരം. ഇതിനിടെ കുവൈത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ സബാൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി വീഡിയോ കോൺഫറൻസ് വഴി ചർച്ച നടത്തി. ഇറാനിയൻ ആക്രമണങ്ങളെ അദ്ദേഹം ശക്തമായി അപലപിക്കുകയും കുവൈത്ത് യുദ്ധത്തിൽ പങ്കാളിയിലെന്നും വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനമായ ഒരു വാർത്ത, കുവൈത്തിൽ കുടുംബ സന്ദർശന വിസയിൽ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാരുടെ വിവരങ്ങൾ ശേഖരിക്കുവാൻ ഇന്ത്യൻ എംബസി നടപടി ആരംഭിച്ചു എന്നുള്ളതാണ്. രാജ്യത്തിനായി ജീവൻ നൽകിയ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഇന്ന് കുവൈത്ത് അന്തിമ വിട നൽകി. കഴിഞ്ഞ മണിക്കൂറിലെ പ്രതിരോധ ഇടപെടലുകളുടെ ഭാഗമായി 24 സംഭവങ്ങൾ സുരക്ഷാ സംഘങ്ങൾ കൈകാര്യം ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ 298 സംഭവങ്ങളാണ് കൈകാര്യം ചെയ്തതെന്നും അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിന് രാജ്യത്ത് 8 തവണ അപായ സൈറൻ മുഴങ്ങിയതായും പൊതുജനങ്ങൾ ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. അതോടൊപ്പം ഇന്നലെ കുവൈത്ത് മന്ത്രിസഭ കുവൈത്തിൽ ജനജീവിതം പൊതുവെ സാധാരണ നിലയിൽ തുടരുകയാണ്. പുലർച്ചെയുണ്ടായ ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങൾക്ക് ശേഷം കാര്യമായ സംഭവങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സലീമാണ് വിവരങ്ങൾ നൽകിയത്. ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും തിരിച്ചടിയിൽ ഇസ്രായേലിൽ ഒരാൾ മരിച്ചു, 30ഓളം പേർക്ക് പരിക്കേറ്റു. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ്. ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും മിസൈലുകളിൽ ചിലത് ഇസ്രായേലിൽ നേരിട്ട് പതിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണ സമയത്ത് സൈറൻ മുഴങ്ങാതിരുന്നതിൽ സൈന്യം അന്വേഷണം പ്രഖ്യാപിച്ചു. ഇതിന് പിന്നാലെ ലെബനോനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു. സൗദിയിൽ ഒരു US സൈനികൻ ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഉദ്യോഗസ്ഥരെ പ്രത്യേക സൈനിക വിമാനത്തിൽ മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളുമായി അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, വലിയ ആക്രമണമാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇസ്രായേൽ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ഹരി, ഇതിപ്പോൾ യുദ്ധം 10ാം ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പോലും ഇറാൻ ഏറ്റവും സുശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാൻ പിന്തുണയുമായി രംഗത്തെത്തിയ ലെബനോനിലെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ആക്രമണം ഇസ്രായേലിലേക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ന് വൈകിട്ട് 2 ആക്രമണങ്ങളാണ് നടന്നത്. അതിൽ ഒരു ആക്രമണത്തിൽ ഒരു ഇസ്രായേലി പൗരൻ കൊല്ലപ്പെട്ടതായാണ് വിവരം. അതിൽ 6 പേർക്ക് പരിക്കുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ ഇന്ന് അല്പം മുമ്പ് നടന്ന ആക്രമണമാണെന്ന് തോന്നുന്നു. അതിൽ ഏതാണ്ട് 20ലേറെ പേർക്ക് പരിക്കുണ്ട്. അത് ഹിസ്ബുള്ളയുടെ ആക്രമണമാണ് നടന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ ഇത് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള ഡിഫൻസ് സിസ്റ്റമുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ്. പക്ഷേ ഈ ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം നടക്കുന്ന സമയത്ത് സൈറൺ മുഴങ്ങിയില്ല എന്ന് ഇസ്രായേലിലെ തന്നെ ടൈംസ് ഓഫ് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് സൈന്യം അന്വേഷിക്കുന്നുമുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ നടന്ന 2 ആക്രമണങ്ങളും ഇസ്രായേലിനകത്ത് വലിയ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യുദ്ധം ആരംഭിച്ച ശേഷം വലിയ തോതിലുള്ള മീഡിയ സെൻസർഷിപ്പ് ഇസ്രായേലിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പൂർണ്ണമല്ല എന്നുള്ളതും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി മുതൽ ക്ലസ്റ്റർ വാർ ഹെഡുകൾ ഘടിപ്പിച്ച ബോംബുകൾ ഇസ്രായേൽ മിസൈൽ വഴി അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് ഇസ്രായേൽ നഗരത്തിലേക്ക് പ്രവേശിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ ആഘാതം ഉൾപ്പെടെ ഇപ്പോഴും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
ജെറുസലേമിൽ മറ്റന്നാൾ സ്കൂളുകൾ തുറക്കുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ മറ്റു നഗരങ്ങളിൽ സ്ഥിതി പരിശോധിച്ച ശേഷമായിരിക്കും ഇസ്രായേൽ ഒരു തീരുമാനമെടുക്കുക. ഇതോടൊപ്പം പുറത്തുവരുന്ന US സൈന്യം അല്പം മുമ്പ് പുറത്തുവിട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, US-ന്റെ MQ റീപ്പർ ഡ്രോണുകൾ അതിൽ 2 എണ്ണം കൂടി ഇറാൻ ഇന്ന് തകർത്തതായി അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് US സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് 11 ഡ്രോണുകൾ ഇതിനകം ഇറാൻ തകർത്തിട്ടുണ്ട്. ഇതിൽ ഒരു ഡ്രോണിന് മാത്രം ഏതാണ്ട് 300ഓളം കോടി രൂപയാണ് ഒരു ഡ്രോണിന്റെ ചിലവ്. ഇതാണ് ഇപ്പോൾ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിട്ടിരിക്കുന്നത്. ഈ തരത്തിൽ 2 ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ്. ഇന്നിപ്പോൾ ഇറാന്റെ വിദേശകാര്യ മന്ത്രി അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യം, അയൽ രാജ്യങ്ങളിലേക്ക് കൂടുതൽ ആക്രമണം നടത്തുവാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അതേസമയം അവിടെയുള്ള ബേസുകൾ തങ്ങൾക്കു നേരെയുള്ള ആക്രമണത്തിന് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തിരിച്ചടി ആ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ്. ഇവിടെയുള്ള സാധാരണക്കാരോ അല്ലെങ്കിൽ US-ന്റെ സാധാരണക്കാരായ പൗരന്മാരോ തങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാത്രി ശനിയാഴ്ച നടന്ന ആക്രമണത്തിൽ ഒരു US സൈനികന് പരിക്കേൽക്കുകയും അദ്ദേഹം ഇന്നലെ രാത്രി മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെ സൗദി അറേബ്യയിലുള്ള US പൗരന്മാർക്കും എംബസി ഉദ്യോഗസ്ഥർക്കും സൈനിക വിഭാഗങ്ങൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം US സെൻട്രൽ കമാൻഡ് പുറത്തിറക്കിയിരുന്നു. അതിൽ അത്യാവശ്യമില്ലാത്ത മുഴുവൻ പേരും ഉടനടി സൗദി അറേബ്യയിൽ നിന്നും പുറത്തേക്ക് കടക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. ഇത് പ്രകാരം രജിസ്റ്റർ ചെയ്ത ആളുകളെ US-ന്റെ പ്രത്യേക സൈനിക വിമാനം എത്തി ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു റിപ്പോർട്ട്. ഇതിന്റെ റഡാർ രേഖകൾ അടക്കം ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഈ തരത്തിൽ വളരെ അത്യാവശ്യക്കാരായിട്ടുള്ള സൈനിക വിഭാഗങ്ങളെ സഹായിക്കുന്നവരൊഴികെയുള്ള മുഴുവൻ പേരെയും US അവരുടെ സൗദി അറേബ്യയിൽ നിന്നും ഒഴിപ്പിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, സൗദി അറേബ്യക്ക് ഉൾപ്പെടെ ഈ പ്രതിരോധ സംവിധാനങ്ങളിൽ US-ന്റെ സഹായം നിലനിൽക്കുന്നതാണ്. പക്ഷേ അവരുടെ പൗരന്മാരെ മാത്രം ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ ഇപ്പോൾ X പ്ലാറ്റ്ഫോമുകളടക്കം ഉന്നയിക്കപ്പെടുന്നുമുണ്ട്. ഏതായിരുന്നാലും സ്ഥിതിവിശേഷം ഇപ്പോഴും ഗുണകരമല്ല. രണ്ട് കക്ഷികളും ഏറ്റവും സജീവമായി തന്നെ യുദ്ധത്തിൽ നിലനിൽക്കുന്നു. ഇറാനകത്തും ലെബനോനകത്തും വ്യാപകമായ തോതിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 500-നടുത്തേക്ക് ലെബനോനിൽ മരണസംഖ്യ എത്തിയിട്ടുണ്ട്. ഇറാനകത്തുള്ള മരണസംഖ്യയും സമാനമായ രീതിയിൽ തന്നെ ഉയരുകയാണ്. ഇപ്പോഴും കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. ഈ ഡ്രോണുകൾ ഉൾപ്പെടെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഇറാൻ ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങൾ തകർത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇറാൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയ ഒരു കാര്യം, തങ്ങളുടെ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സ്ഥലങ്ങളിൽ അല്ല. ഏതാണ്ട് 31 പ്രവിശ്യകളുള്ള ഇറാന്റെ ഓരോ പ്രവിശ്യകളിലും കൃത്യമായി ആക്രമണത്തിനുള്ള വസ്തുക്കൾ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. ഒരു നീണ്ട യുദ്ധത്തിനാണ് തങ്ങൾ ഇപ്പോഴും നിലകൊള്ളുന്നത് എന്ന് ഇറാനും അവകാശപ്പെടുന്നുണ്ട്. ഇറാൻ തന്നെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ എണ്ണവില $100 മുകളിലേക്ക് കടന്നിരുന്നു. ആ സമയത്ത് ട്രംപിന്റെ ഒരു ഭീഷണി വന്നു. റിസർവുകളിൽ നിന്നും എണ്ണ പുറത്തേക്ക് എത്തിക്കണമെന്നുള്ള ഒരു ഭീഷണി ട്രംപ് മുഴക്കുകയുണ്ടായി. അതിന് പിന്നാലെ എണ്ണവില വീണ്ടും കുറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ ഇറാൻ പറയുന്നത് $200 എണ്ണവില എത്തുന്ന ഒരു സാഹചര്യം നേരിടാൻ എല്ലാവരും തയ്യാറായി കൊള്ളുക എന്നുള്ളൊരു ഭീഷണി ഇറാന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അത് എക്കോണമിയിലും ലോകത്ത് തന്നെയും ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതായിരിക്കും. ഇന്ന് ഇന്ത്യയുടെ തന്നെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ട് സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അധിക അവധി നീട്ടി നൽകുകയാണ്. എന്ന് വെച്ചാൽ അവിടെ പെട്രോൾ ഉൾപ്പെടെയുള്ള ഈ പ്രകൃതിവാതകം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ എത്താത്ത സാഹചര്യത്തിൽ അവിടെ ക്ഷാമം വിപണിയിൽ നേരിടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇത് സമാനമായ രീതിയിൽ വിവിധ രാജ്യങ്ങളിലേക്ക് പടരും. അതോടൊപ്പം തന്നെ ഇറാന് വേണ്ടി ചൈനയും റഷ്യയും കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളും ഒപ്പം തന്നെ സുരക്ഷാ വിവരങ്ങളും കൈമാറുന്നുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ യുദ്ധം നേരത്തെ തുടങ്ങിയത് ഒരു ഏകപക്ഷീയ ആക്രമണമായിരുന്നെങ്കിൽ ഒരു ബഹുമുഖ തലത്തിലേക്ക് ഇപ്പോൾ നീളുകയാണ്. ഒരു വശത്ത് ഏറ്റവും സജീവമായി ഇറാനും ലെബനോനിൽ നിന്ന് ഹിസ്ബുള്ളയും നിലനിൽക്കുന്നു. മറുവശത്ത് ലോകശക്തികൾ എന്ന് പറയാവുന്ന റഷ്യയും ചൈനയും അവർക്ക് പിന്തുണയുമായി രംഗത്ത് നിൽക്കുകയും ചെയ്യുന്നു. ഏതായാലും ഹരി, ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം നമുക്ക് പറയാനാവുക, കാര്യങ്ങൾ ഒരു മെച്ചപ്പെട്ട നിലയിലേക്കല്ല ഇപ്പോഴും ഈ 10-ാം ദിനത്തിലും നീങ്ങുന്നത്. ശരി, ഇറാനിലും ലെബനോനിലും ഇസ്രായേലിന്റെ കനത്ത ആക്രമണം തുടരുകയാണ്. അതേസമയത്ത് ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും തിരിച്ചടിയിൽ ഇസ്രായേലിലും വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അഫ്താബ് റഹ്മാനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കുവൈത്തിനെതിരായ ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ തുടർന്ന് ഇറാൻ അംബാസിഡറെ വിദേശകാര്യ മന്ത്രാലയം വീണ്ടും വിളിച്ചുവരുത്തി. ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അസീസ് അൽ ദെയ്ഹാനി ഇറാൻ അംബാസിഡർ
മുഹമ്മദ് താദൂജിക്ക് ഔദ്യോഗിക പ്രതിഷേധം രേഖപ്പെടുത്തി. കുവൈത്തിന് ലക്ഷ്യമിട്ട എല്ലാ ആക്രമണങ്ങളെയും രാജ്യം ശക്തമായി അപലപിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നുവെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള നടപടികൾ മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്നും കുവൈത്ത് വ്യക്തമാക്കി. കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രതിരോധ ഇടപെടലുകളുടെ ഭാഗമായി വീണ 24 സംഭവങ്ങൾ സുരക്ഷാ സംഘങ്ങൾ കൈകാര്യം ചെയ്തതായി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇറാന്റെ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ 298 സംഭവങ്ങളാണ് കൈകാര്യം ചെയ്തതെന്നും അധികൃതർ വ്യക്തമാക്കി. ദേശീയ ദൗത്യത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ട 2 സുരക്ഷാ ഉദ്യോഗസ്ഥരെ മന്ത്രാലയം അനുസ്മരിച്ചു. രാജ്യത്ത് 8 തവണ അലാം സൈറൻ മുഴങ്ങിയതായും പൊതുജനങ്ങൾ ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. അത്യാവശ്യ സേവനങ്ങൾക്ക് 112 വഴി റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. GCC രാജ്യങ്ങൾ ഒന്നായ ശക്തിയാണെന്നും ഒരു അംഗരാജ്യത്തിനെതിരായ ആക്രമണം എല്ലാ GCC രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കുമെന്നും കുവൈത്ത് മന്ത്രിസഭ വ്യക്തമാക്കി. കുവൈത്തിൻ്റെയും മേഖലയിലെ മറ്റ് രാജ്യങ്ങളുടെയും പ്രദേശത്തെയും വ്യോമാതിർത്തിയെയും ലക്ഷ്യമിട്ട ഇറാനിയൻ ആക്രമണങ്ങളെ മന്ത്രിസഭ ശക്തമായി അപലപിച്ചു. രാജ്യത്തിൻ്റെ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനുള്ള അവകാശം കുവൈത്തിനുണ്ടെന്നും മന്ത്രിസഭ വ്യക്തമാക്കി. ഇറാന്റെ ആക്രമണങ്ങളെ അന്താരാഷ്ട്ര സമൂഹവും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലും ശക്തമായി അപലപിക്കണമെന്ന് മന്ത്രിസഭ ആവശ്യപ്പെട്ടു. മേഖലയിലെ സ്ഥിരതയും അന്താരാഷ്ട്ര സമാധാനവും സംരക്ഷിക്കാൻ നിർണായക നടപടി സ്വീകരിക്കണമെന്നും മന്ത്രിസഭ ആവശ്യപ്പെട്ടു. യുദ്ധപശ്ചാത്തലത്തിൽ ബഹ്റൈനിൽ കുടുങ്ങിയ ഹ്രസ്വകാല സന്ദർശക വിസയിലുള്ളവർക്കായി യാത്രാ സൗകര്യമൊരുക്കുവാൻ സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുന്നതായി ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസഡർ അറിയിച്ചു. സുഹൃത്തുക്കളോ ബന്ധുക്കളോ വിസിറ്റ് വിസയിൽ ബഹ്റൈനിലാണെങ്കിൽ അവർ ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ വിശദാംശങ്ങളും സഹിതം മെയിൽ ചെയ്യണമെന്നും അംബാസഡർ അറിയിച്ചു. വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ പ്രാദേശിക വ്യോമാതിർത്തി അടച്ചിടൽ തുടരുന്നതിനാൽ നിരവധി സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ച് സലാം എയർ. ഇറാഖ്, ലബനൻ, ഇറാൻ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ മാർച്ച് 28 വരെയാണ് നിർത്തിവെച്ചത്. കുവൈത്ത്, ഷാർജ, ദോഹ, ദമാം എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ മാർച്ച് 20 വരെയും നിർത്തി. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയാണ് തങ്ങളുടെ മുൻഗണനയെന്ന് എയർലൈൻ അറിയിച്ചു. സമയബന്ധിതമായ അപ്ഡേറ്റുകൾ നൽകുമെന്നും അതിനായി സംഭവ വികസനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എയർലൈൻ പറഞ്ഞു. രാജ്യത്തിനായി ജീവൻ നൽകിയ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കുവൈത്ത് അന്തിമ വിട നൽകി. ലാൻഡ് ബോർഡർ സെക്യൂരിറ്റി വിഭാഗത്തിലെ ലഫ്റ്റനന്റ് കേണൽ അബ്ദുല്ല ഇമാദ് അൽ ഷറൂം, മേജർ ഫഹദ് അബ്ദുൽ അസീസ് അൽ മുജമ്മദും ദേശീയ ദൗത്യത്തിനിടെയാണ് ജീവൻ നഷ്ടപ്പെട്ടത്. സൈനിക നേതാക്കളും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് ആദരാഞ്ജലി അർപ്പിച്ചു. 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. കുവൈത്തിലെ സഹകരണ സംഘങ്ങളിൽ എല്ലാ ഭക്ഷ്യവസ്തുക്കളും ആവശ്യത്തിന് ലഭ്യമാണെന്ന് സാമൂഹികകാര്യ മന്ത്രാലയം അറിയിച്ചു. സമീപകാല സംഭവ വികാസങ്ങൾക്ക് മുൻപ് തന്നെ അടിയന്തര പദ്ധതി സജീവമാക്കിയിരുന്നുവെന്നും തന്ത്രപരമായ സ്റ്റോക്ക് മതിയുള്ളതാണെന്നും അധികൃതർ വ്യക്തമാക്കി. വിതരണ സാഹചര്യം കൺട്രോൾ റൂം വഴി തുടർച്ചയായി നിരീക്ഷിക്കുന്നുണ്ടെന്നും കുറവുണ്ടെങ്കിൽ ഉടൻ പരിഹരിക്കുന്നുവെന്നും പറഞ്ഞു. സിവിൽ ഡിഫൻസുമായി ചേർന്ന് രാജ്യത്ത് 95 ഷെൽട്ടറുകളും സജ്ജമാക്കിയിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. സംഘർഷത്തിനിടയിലും UAEയിലെ ലേബർ ക്യാമ്പുകളിൽ 10,000-ങ്ങൾക്ക് ഇഫ്താറും ഭക്ഷണ വിതരണവും തുടരുന്നു. സുരക്ഷാ കണക്കിലെടുത്ത് പലയിടങ്ങളിലും ഇഫ്താർ സമയത്ത് തുറസായ സ്ഥലങ്ങളിൽ കൂട്ടത്തോടെ ഇരുന്ന് നോമ്പ് തുറക്കുന്നത് ഒഴിവാക്കിയിരുന്നു. പകരം ആവശ്യക്കാർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന സംവിധാനമാക്കി. ഷാർജയിലെ സജാ ജബൽ അലി, DIP തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ദിവസവും 1000-ങ്ങൾക്ക് നോമ്പുതുറ വിതരണം ചെയ്യുന്ന സംവിധാനം തുടരുകയാണെന്ന് മലയാളികൾ നേതൃത്വം നൽകുന്ന സാമൂഹിക സംഘടനയായ മോഡൽ സർവീസ് സൊസൈറ്റി അറിയിച്ചു. റമദാൻ കാലത്ത് കടൽ വിഭവങ്ങളിൽ ജാഗ്രത വേണമെന്ന് ഒമാൻ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സെന്റർ പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായി FSQC മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ശുചിത്വ സംഭരണ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വിശ്വസനീയവും ലൈസൻസ് ഉള്ളതുമായ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ മത്സ്യമടക്കമുള്ള കടൽ വിഭവങ്ങൾ വാങ്ങാവൂ എന്ന് FSQC പറഞ്ഞു. റമദാൻ മാസമായതിനാൽ കടൽ വിഭവങ്ങളുടെ ആവശ്യകത വർദ്ധിച്ച സാഹചര്യത്തിലാണ് ജാഗ്രത പാലിക്കാൻ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. ശുചിത്വ സംരംഭണ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വിശ്വസനീയവും ലൈസൻസ് ഉള്ളതുമായ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ മത്സ്യമടക്കമുള്ള കടൽ വിഭവങ്ങൾ വാങ്ങിക്കാവൂ എന്ന് അതോറിറ്റി പറയുന്നുണ്ട്. മത്സ്യമടക്കമുള്ളവ ശരിയായ തണുപ്പിൽ ശുചിത്വമുള്ള ഇടങ്ങളിൽ മാത്രമേ വ്യാപാരികൾ പ്രദർശിപ്പിക്കാവൂ. മതിയായ ഐസിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. തെളിഞ്ഞതും വ്യക്തവുമായ കണ്ണുകൾ, ഉറച്ച മാംസം, സ്വാഭാവികവും മൃദുവുമായ ഗന്ധം എന്നിവ മത്സ്യത്തിനുണ്ടെന്ന് നോക്കണമെന്ന് FSQC ഓർമ്മിപ്പിച്ചു.
ശുചിത്വമില്ലാത്ത ഉപരിതലത്തിൽ പ്രദർശിപ്പിച്ചതോ മതിയായ തണുപ്പില്ലാതെ സൂക്ഷിച്ച മത്സ്യങ്ങൾ വാങ്ങരുത്. രാജ്യത്തുടനീളം റമദാൻ ഭക്ഷണങ്ങൾ ആരോഗ്യകരവും സുരക്ഷിതമായി ഇരിക്കണമെന്ന് ഉറപ്പാക്കാൻ പൊതുജനങ്ങളിൽ അവബോധം വർദ്ധിപ്പിക്കുന്ന നടപടികൾ തുടരുകയാണെന്നും FSQC വ്യക്തമാക്കി. മീഡിയ 1 മസ്കത്ത്. റമദാൻ ദാനധർമ്മങ്ങളുടെ മാസമാണ്. വിശുദ്ധ മാസത്തിൽ രക്തദാനവും പുണ്യപ്രവൃത്തിയാണെന്ന് തെളിയിക്കുകയാണ് UAE-യിലെ ഒരു കൂട്ടം പ്രവാസികൾ. വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ദിവസം 100 കണക്കിന് പേരാണ് നോമ്പിന്റെ ക്ഷീണം വകവെക്കാതെ മറ്റുള്ളവർക്ക് ജീവരക്തം പകർന്നു നൽകാൻ രംഗത്തിറങ്ങുന്നത്. ഷാർജ മുവൈലയിൽ റമദാൻ രാവുകളിലെ കാഴ്ചയാണിത്. നോമ്പുതുറ കഴിയുന്നതോടെ ആരോഗ്യവകുപ്പ് ബസ്സിൽ സജ്ജമാക്കിയ രക്തശേഖരണ യൂണിറ്റുമായി എത്തും. രക്തം നൽകാൻ സന്നദ്ധരായി എത്തിയവർ ക്യൂ നിന്നാണെങ്കിലും തങ്ങളുടെ ദൗത്യം നിർവഹിക്കും. പാതിരാത്രി വരെ ഇവിടെ രക്തദാതാക്കളുടെ തിരക്കുണ്ടാകും. റമദാനിൽ കൊടുക്കാൻ റമദാനുള്ളൊരു ഒരു പുണ്യമാസമല്ല, അപ്പോൾ ഒരു പുണ്യപ്രവൃത്തിയും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതി. പിന്നെ നാട്ടിൽ സ്ഥിരമായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കൊടുക്കണം എന്ന് തോന്നി, അങ്ങനെ കൊടുക്കാം. നാട്ടിൽ നിന്ന് കൊടുക്കാറുണ്ടായിരുന്നു, ഇവിടെ എത്തിയാരാ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോണ വഴി ഇവിടുന്ന് വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നു കൊടുത്തു. മലയാളി സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് റമദാനിലെ ഈ രക്തദാനം കൂടുതൽ സജീവമാകുന്നത്. കേരളത്തിലും ഗൾഫിലും പ്രവർത്തിക്കുന്ന ബ്ലഡ് ഡോണേഴ്സ് കേരള UAE, ഷാർജ മുവൈലയിലെ പ്രാദേശിക പ്രവാസി കൂട്ടായ്മയായ കേരള ക്ലബ്ബ് തുടങ്ങിയവയാണ് രക്തദാനത്തിനായി സന്നദ്ധ സേവനം ചെയ്യുന്നത്. റമദാൻ വ്രതത്തിന്റെ ക്ഷീണം രക്തദാനത്തിന് തടസ്സമാണെന്ന ധാരണ തിരുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് സന്നദ്ധ പ്രവർത്തകർ പറയുന്നു. റമദാനിൽ ഈ ഒരു പുണ്യമാസമായിട്ട് കണക്കാക്കിയിട്ട് വന്ന് ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ചിലർ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, കുറച്ച് മടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു 90% ആളുകളും ഡൊണേറ്റ് ചെയ്യാൻ വരുന്നുണ്ടെന്ന് തന്നെയാണ് നല്ല കാര്യം. നോമ്പെടുക്കുന്ന ആൾക്കാരായാലും വന്ന് കൊടുക്കുന്നുണ്ട്. ഇത് റമദാൻ മാസത്തിൽ സംഘടിപ്പിക്കാൻ കാരണം ഈ റമദാൻ മാസത്തിൽ ആരും ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് വെക്കാറില്ല. പിന്നെ ഒരുവിധം ആൾക്കാർക്കൊക്കെ ഇതിനൊരു ഭയമാണ് ഈ റമദാൻ മാസത്തിൽ ഇത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ക്ലബിലത്തെ എല്ലാ മെമ്പേഴ്സിനോടും ചോദിച്ചപ്പോൾ എല്ലാവരും റെഡിയായി. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചാണ്. ഇപ്പോൾ ഡിമാൻഡ് എല്ലാ ബ്ലഡിനും കൂടുതൽ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ അവിടെ നമ്മളെ വിളിച്ച് പറയുകയാണ് ചെയ്തത്, ബ്ലഡ് കുറവാണ്, അപ്പോൾ എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ബ്ലഡ് ഡൊണേഷൻ കഴിഞ്ഞിട്ട് 55 ദിവസം ഇന്ന് തികയാണ്. ഇന്ന് തന്നെ നമ്മൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. UAE-യിലെ ബ്ലഡ് ബാങ്കുകളിൽ രക്തം ആവശ്യമായി വരുന്ന സമയങ്ങളിൽ വിവിധ എമിറേറ്റുകളിലെ ആരോഗ്യവകുപ്പ് ആശ്രയിക്കുന്നതും രക്തദാനത്തിന് ഏത് സമയത്തും ആളെ എത്തിക്കാൻ കഴിയുന്ന ഈ സന്നദ്ധ സേവകരെയാണ്. BDK UAE-യുടെ നേതൃത്വത്തിൽ UAE-യുടെ വിവിധ എമിറേറ്റുകളിൽ ഇത്തരം രക്തദാന ക്യാമ്പുകൾ സജീവമാണ്. റമദാനിലെ രക്തദാനം മഹാദാനം മാത്രമല്ല, വലിയ സേവനം കൂടിയാണെന്ന് തെളിയിക്കുകയാണ് ഇവർ. യാസർ അറഫാത്തിനൊപ്പം ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1 ഷാർജ. പശ്ചിമ മേഖലയിലെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേള ഒമാൻ മാറ്റിവെച്ചു. 30ാമത് എഡിഷൻ മാർച്ച് 26 മുതൽ ഏപ്രിൽ 5 വരെയായിരുന്നു നടക്കാനിരുന്നത്. ഇൻഫർമേഷൻ മന്ത്രിയും മേളയുടെ മെയിൻ കമ്മിറ്റി ചെയർമാനുമായ ഡോക്ടർ അബ്ദുല്ല ബിൻ നാസർ അൽ ഹറാസിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പുതിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. കുവൈത്തിൽ കുടുംബ സന്ദർശന വിസയിൽ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ഇന്ത്യൻ എംബസി നടപടി തുടങ്ങി. കുടുംബ സന്ദർശന വിസയിൽ കുവൈത്തിൽ താമസിക്കുന്ന ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾ അവരുടെ വിവരങ്ങൾ ഇമെയിൽ വഴി എംബസിക്ക് കൈമാറണമെന്ന് അഭ്യർത്ഥിച്ചു. പാസ്പോർട്ട് പകർപ്പും വിസയുടെ വിവരങ്ങളും ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ സമർപ്പിക്കണമെന്നും അറിയിച്ചു. ഈ വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യൻ പൗരന്മാരുടെ പുതുക്കിയ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായാണ് നടപടിയെന്ന് എംബസി വ്യക്തമാക്കി. കുവൈത്തിലെ സൂബിയ പവർ ആൻഡ് വാട്ടർ ഡിസ്റ്റിലേഷൻ പ്ലാന്റിലെ ഇന്ധന ടാങ്കിൽ ഇന്ന് രാവിലെ ഉണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി. ഡ്രോൺ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് സുരക്ഷാ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ആർക്കും പരിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. വൈദ്യുതി, ജല ഉൽപാദന സംവിധാനങ്ങൾ സാധാരണ നിലയിൽ തുടരുന്നതായും മന്ത്രാലയം അറിയിച്ചു. നിലവിലെ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ. ജോയ് ആലുക്കാസ് എക്സ്ചേഞ്ച് മൊബൈൽ ആപ്പ് ജോയ് പേ എന്ന പുതിയ ബ്രാൻഡ് പേരിൽ പുനർനാമകരണം ചെയ്ത് ഔദ്യോഗികമായി പുറത്തിറക്കി. കമ്പനിയുടെ ഡിജിറ്റൽ സേവനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന ചുവടുവയ്പായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ജോയ് ആലുക്കാസ് ആപ്പ് ലോഞ്ച് ചെയ്തു. അന്താരാഷ്ട്ര പണമിടപാടുകൾ, ബിൽ പേയ്മെൻറ്റുകൾ, മൊബൈൽ റീചാർജ്, കറൻസി എക്സ്ചേഞ്ച് സേവനങ്ങൾ എന്നിവ ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാക്കുന്ന സംവിധാനമാണ് ജോയ് പേ. പുതുക്കിയ യൂസർ ഇൻ്റർഫേസും വേഗതയേറിയ സേവനവും സുരക്ഷാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയതാണ് കമ്പനി വ്യക്തമാക്കുന്നത്. ആപ്പ് ഇപ്പോൾ iOS, ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. റമദാനോടനുബന്ധിച്ച് പ്രത്യേക പ്രൊമോഷൻ ക്യാമ്പയിനുകളും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരവധി സമ്മാനങ്ങളും ആകർഷക ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. 20ഓളം വർഷമായി ഞങ്ങളുടെ
സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായി മാറി ഒമാനിലെ KV ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഗ്രാൻഡ് ഇഫ്താർ. മസ്കത്ത് റുസൈലിലെ KV ഗ്രൂപ്പിന്റെ ആസ്ഥാനത്ത് നടന്ന ഇഫ്താർ സംഗമത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 5000-ഓളം പേരാണ് പങ്കെടുത്തത്. എല്ലാ വർഷവും റമദാനിലെ 3ാമത്തെ വെള്ളിയാഴ്ച KV ഗ്രൂപ്പ് നടത്താറുള്ള ഗ്രാൻഡ് ഇഫ്താർ വിരുന്നാണ് ഫൈഹ ഇഫ്താർ. മസ്കത്തിലെ റുസൈലിലുള്ള KV ഗ്രൂപ്പ് ആസ്ഥാനമായ കുറിയ മുറിയ അങ്കണത്തിൽ വെച്ചാണ് ഇഫ്താർ നടത്തുക. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 5000-ഓളം പേർ പങ്കെടുത്ത ഇഫ്താർ വിരുന്ന് നേതൃത്വം നൽകിയത് KV ഗ്രൂപ്പ് മാനേജ്മെൻറ്റും സ്റ്റാഫുകളും അവരുടെ കുടുംബാംഗങ്ങളും തന്നെയായിരുന്നു. സംഗമത്തിനെത്തിയവരെ KV ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽ ജബ്ബാർ, മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ വാഹിദ്, ഡയറക്ടർ അബ്ദുൽ ലത്തീഫ് എന്നിവർ സ്വാഗതം ചെയ്തു. സിംസാറുൽ ഹക്ക് ഉദവി റമദാൻ സന്ദേശം കൈമാറി. അന്തരിച്ച KV ഗ്രൂപ്പ് ജീവനക്കാരനായ മലയാളി റഫീഖ് പാലാട്ടുകുഴിയിൽ, ഒമാനി സ്വദേശി ഉസാമ യൂസഫ് കാമിസൽ ആമിരി എന്നിവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയ്ക്കും അനുസ്മരണ സദസ്സിനും നൌഷാദ് ബാക്കവി ചിറയൻകീഴ് നേതൃത്വം നൽകി. ഒമാനിലെ പ്രധാന ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ വിതരണക്കാരായ സുഹുൽ അൽ ഫൈഹ സൂപ്പർ മാർക്കറ്റ് ഡിവിഷൻ, അൻഹാർ അൽ ഫൈഹ ജ്യൂസ് ആൻഡ് കട്ട് ഫ്രൂട്ട് ഡിവിഷൻ, ഫൈഹ ഫ്രഷ് ഡിലൈറ്റ്സ് പ്ലാസ്റ്റിക് മാനുഫാക്ചറിംഗ് ഡിവിഷൻ, അൽ നസീം ഇൻ്റർനാഷണൽ തുടങ്ങിയ കമ്പനികളുടെ ഗ്രൂപ്പാണ് KV ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. മീഡിയ 1 മസ്കത്ത്. ഒമാനിലെ പ്രമുഖ പഴം പച്ചക്കറി വിതരണക്കാരായ അൽ ദല്ല ഗ്രൂപ്പ് സലാലയിൽ വിപുലമായ ഇഫ്താർ സംഘടിപ്പിച്ചു. 5-ാം നമ്പറിലെ ഫാസ് അക്കാദമി മൈതാനിയിൽ നടന്ന പരിപാടിയിൽ 100 കണക്കിന് ആളുകൾ സംബന്ധിച്ചു. വിവിധ സംഘടനാ ഭാരവാഹികളും പൗരപ്രമുഖരും പങ്കെടുത്തു. ചെയർമാൻ കബീർ കണ്ണമല, അലി ഈസ അലി അൽ മർദൂഫ്, ഡയറക്ടർ ഷഹീർ കണ്ണമല എന്നിവർ നേതൃത്വം നൽകി. അൽ ദല്ല ഗ്രൂപ്പ് മുൻ വർഷങ്ങളിലും ഇഫ്താറുകൾ സംഘടിപ്പിച്ചിരുന്നു. 100 വിജയികൾക്കായി 10,000 റിയാൽ വീതം സമ്മാനമായി നൽകുന്ന ടിക്മോ ലക്കി ഡ്രോയുടെ 3ാം ഘട്ട നറുക്കെടുപ്പ് പൂർത്തിയായി. 3 മലയാളികളടക്കം 25 പേർക്കാണ് സമ്മാനത്തുക ലഭ്യമാവുക. ഭാഗ്യശാലിക്ക് 10 ലക്ഷം റിയാൽ ലഭിക്കുന്ന മെഗാ ഡ്രോ ഈ മാസം 29-നായിരിക്കും. ടിക്മോ വഴി പണം അയക്കുന്നവർക്കെല്ലാം സമ്മാനം നേടാനുള്ള അവസരമുണ്ട്. 20 ലക്ഷം റിയാൽ സമ്മാനത്തുകയുള്ള ഓഫറാണ് ടിക്മോ മില്ലേനിയൽ ഓഫർ. മെഗാ ലക്കി ഡ്രോയിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു ഉപഭോക്താവിന് 10 ലക്ഷം റിയാലായിരിക്കും സമ്മാനം. കൂടാതെ 100 പേർക്ക് 10,000 റിയാൽ വീതവും ലഭിക്കും. ഇത്തരത്തിൽ ആകെ 101 പേർക്കാണ് ക്യാഷ് പ്രൈസ് ലഭിക്കുക. മാർച്ച് 20 വരെയായിരിക്കും ലക്കി ഡ്രോ തുടരുക. ഇതിന്റെ 3ാം ഘട്ട നറുക്കെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായത്. അതായത് 75 ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ 10,000 റിയാൽ വീതം ലഭിച്ചു കഴിഞ്ഞു. 3 മലയാളികളടക്കം 25 പേരാണ് ഇത്തവണത്തെ വിജയികൾ. നെക്സ്റ്റ് ഡ്രോ വരുന്നത് മെഗാ ഡ്രോ ആണ്. വരുന്ന 29ന് ഇറ്റ്സ് എ മെഗാ ഡ്രോ. അത് ഒരു വിന്നർക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് 10 ലക്ഷം റിയാലാണ്, 1 മില്യൺ റിയാൽ. ഓക്കെ, അതിന് വേണ്ടത് നമ്മൾ ജസ്റ്റ് ടിക്മോ വഴി ക്യാഷ് അയച്ചാൽ മതി. എനി എമൗണ്ട് ക്യാഷ് അയച്ചാൽ നമുക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും. റമദാൻ്റെ ഭാഗമായിട്ട് ടിക്മോ ഇപ്പോൾ കംപ്ലീറ്റ്ലി 0 ഫീ ആണ്. നിങ്ങൾ എനി എമൗണ്ട് അയച്ചു കഴിഞ്ഞാലും ചാർജ് ഈടാക്കുന്നതല്ല. സൗദിയിലെ ഏറ്റവും വിശ്വസനീയമായ റെമിറ്റൻസ് ആപ്പുകളിലൊന്നാണ് ടിക്മോ. നിലവിൽ സൗദിയിൽ 5 ലക്ഷത്തിലധികം ഉപഭോക്താക്കളുണ്ട് ആപ്പിന്. $1,500 റിയാലിന് മുകളിലുള്ള ഓരോ അന്താരാഷ്ട്ര ട്രാൻസ്ഫറിനും ഓരോ മാസവും ക്യാഷ് ബാക്കും ലഭ്യമാകും. ട്രാൻസ്ഫർ ഫീസില്ല എന്ന് മാത്രമല്ല, അയക്കുന്ന തുകയ്ക്ക് മികച്ച റേറ്റും ടിക്മോ ഉറപ്പാക്കുന്നു. സൗദി മോണിറ്ററി അതോറിറ്റിയുടെ പൂർണ്ണ ലൈസൻസോടും മേൽനോട്ടത്തോടും കൂടിയാണ് പ്രവർത്തനം. സുരക്ഷിതമായും എളുപ്പത്തിലും അന്താരാഷ്ട്ര പണമയക്കാൻ മികച്ച ഓപ്ഷനാണ് ടിക്മോ. മീഡിയ 1 റിയാദ്. സൗദിയിലെ റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ലുലു പുതിയ 2 ഔട്ട്ലെറ്റുകൾ കൂടി തുറന്നു. റിയാദിലും ദമാമിലുമാണ് പുതിയ ശാഖകൾ പ്രവർത്തനം ആരംഭിച്ചത്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ മികച്ച ശേഖരവും വിലസ്ഥിരതയും ലുലുവിൽ ഉറപ്പാക്കിയതായി മാനേജ്മെന്റ് വ്യക്തമാക്കി. റീറ്റെയിൽ രംഗത്തെ പ്രമുഖരായ ലുലു ഗ്രൂപ്പിന്റെ പുതിയ 2 ഔട്ട്ലെറ്റുകൾക്ക് കൂടി സൗദിയിൽ തുടക്കമായി. റിയാദ് സുവൈദിൽ ഹൈപ്പർ മാർക്കറ്റും ദമാം ഫൈസലിയയിൽ ലുലു എക്സ്പ്രസും ലോട്ടുമായാണ് പ്രവർത്തനം ആരംഭിച്ചത്. സൗദിയുടെ 2 പ്രവിശ്യകളിലായി പുതിയ 2 സ്റ്റോറുകൾ ഒരുമിച്ച് തുറക്കാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ലുലു സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് വ്യക്തമാക്കി. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ മികച്ച ശേഖരവും വിലസ്ഥിരതയും ലുലു ഔട്ട്ലെറ്റുകളിൽ ഉറപ്പാക്കിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൗദി നിക്ഷേപ മന്ത്രാലയ ഡയറക്ടർ മുഹമ്മദ് ഖാലിദ് അൽ ഷൽഫാൻ, സൗദി UAE അംബാസഡർ മതർ സലീം അൽ തഹേരി എന്നിവർ ചേർന്ന് റിയാദ് ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
സൗദി കിഴക്കൻ പ്രവിശ്യ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ മൻസൂർ അൽ ബിനാലി ദമാം ഫൈസലിയ ലുലു എക്സ്പ്രസിന്റെയും ലോട്ടിന്റെയും ഉദ്ഘാടനവും നിർവഹിച്ചു. സൗദി ലുലു ഡയറക്ടർ മുഹമ്മദ് ഹാരിസ്, മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. ബജറ്റ് ഫ്രണ്ട്ലി നിരക്കിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന ലുലുവിന്റെ വാല്യൂ ഷോപ്പിംഗ് കേന്ദ്രമായാണ് ലോട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. മിക്ക ഉൽപ്പന്നങ്ങൾക്കും 22 റിയാലിൽ താഴെയായാണ് ഇവിടെ വില ക്രമീകരിച്ചിരിക്കുന്നത്. വിപുലമായ പാർക്കിംഗ് സൗകര്യവും പ്രത്യേക വിലക്കിഴിവും ഔട്ട്ലെറ്റുകളിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. മീഡിയ 1 ദമ്മാം. മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് കുരുക്കായി ഭാര്യ ബിന്ദു മേനോന്റെ ആരോപണം. വീട്ടിൽ വെച്ച് ഗണേഷ് കുമാറിനെ മോശമായ സാഹചര്യത്തിൽ കണ്ടുവെന്നും അതിന്റെ ചിത്രങ്ങൾ പകർത്തിയ തന്റെ ഫോൺ പിടിച്ചെടുക്കാൻ മന്ത്രിയുടെ സ്റ്റാഫുകൾ ശ്രമിച്ചുവെന്നും ബിന്ദു ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസ് നടത്തുന്ന നീക്കമാണിതെന്ന് ഗണേഷ് പറഞ്ഞു. ഇതിനെ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തി സജീവ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ഒരിടവേളയ്ക്ക് ശേഷമാണ് കുടുംബത്തിൽ നിന്നു തന്നെ ഗണേഷ് കുമാറിനെതിരെ ആരോപണമുയരുന്നത്. മറ്റൊരു സ്ത്രീയുമായി ഗണേഷിന് ബന്ധമുണ്ടെന്നാണ് ഭാര്യ ബിന്ദു മേനോൻ ആരോപിച്ചത്. വാളകത്തെ കുടുംബ വീട്ടിലെത്തിയപ്പോൾ ഒരു സ്ത്രീക്കൊപ്പം ഗണേഷ് കുമാറിനെ മോശം സാഹചര്യത്തിൽ കണ്ടു. അതിന്റെ ചിത്രങ്ങളെടുത്ത തന്റെ ഫോൺ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചുവെന്ന് ബിന്ദു ആരോപിച്ചു. ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ. മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്. എന്നാൽ ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുകയാണ് ഗണേഷ്. വ്യക്തിപരമായ കാര്യങ്ങളെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നത് പൈസ കൊടുത്ത് രാഷ്ട്രീയം. ഇവിടെ കോൺഗ്രസ് UDF നടത്തുന്ന ഒരു രാഷ്ട്രീയമാണത്. അതിനകത്ത് BJPയും പങ്കാളിയാണ്. ആരോപണം ഗൗരവമുള്ളതാണ് എന്ന് പ്രതിപക്ഷ നേതാവ്. എന്താണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ഇക്കാര്യം? ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും കിട്ടാത്ത നീതി കേരളത്തിലെ ഏത് സ്ത്രീക്കാണ് കിട്ടാൻ പോകുന്നത്? മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി ME ബേബി. കേരളത്തിലെ ഇടതുപക്ഷാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പോലീസ് അതിന്റെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാതെ പിന്മാറും എന്ന് ഞാൻ കരുതുന്നില്ല. പോലീസ് ഇടപെടേണ്ടതായിരുന്നുവെങ്കിൽ അത് ചെയ്യണമായിരുന്നു എന്ന് മന്ത്രി R ബിന്ദു. പോലീസിനെ അവരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇടപെടേണ്ട ആവശ്യമുണ്ടെങ്കിൽ പോലീസ് ഇടപെടേണ്ടതായിരുന്നു. പിന്നെ മുഖ്യമന്ത്രിയുടെ മകളെ അല്ലാതൊക്കെ വിളിച്ച് പറയാം. അവർക്ക് മുഖ്യമന്ത്രിയെ തന്നെ വിളിച്ച് പറയാമായിരുന്നു അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ. ബിന്ദു വിളിച്ചതനുസരിച്ച് സംഭവസ്ഥലത്തെത്തിയെന്നും കുടുംബകാര്യമാണെന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ് ഇടപെടാതിരുന്നത് എന്നുമാണ് പോലീസിന്റെ വിശദീകരണം. ഇതിനിടെ ഗണേഷിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് യൂത്ത് കോൺഗ്രസ് പരാതി നൽകി. നിയമം പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. മീഡിയ 1 തിരുവനന്തപുരം. T20 ലോകകപ്പ് വിജയത്തിന് ശേഷം ജന്മനാട്ടിൽ തിരിച്ചെത്തിയ സഞ്ജു സാംസൺ ഉജ്ജ്വല സ്വീകരണം. വലിയ പിന്തുണയാണ് ലഭിച്ചതെന്നും തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട വിജയമാണിതെന്നും സഞ്ജു പറഞ്ഞു. ചെറിയൊരു വിഷമത്തിൽ നിന്നാണ് നാട്ടിൽ നിന്ന് പോയത്. നാട്ടിലെ ട്രിവാൻഡ്രത്തെ കളി വിചാരിച്ച പോലെ നന്നായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു വിഷമത്തിൽ ആണ് ഇവിടെ നിന്ന് പോയത്. പക്ഷേ ഇത്രയും ഭയങ്കര ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്ന ആ സമയത്ത് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ വലിയ സന്തോഷം. കേരളത്തിന്റെ അഭിമാന താരമായ സഞ്ജു സാംസൺ തലസ്ഥാനത്തെത്തിയപ്പോൾ സ്വീകരിക്കാനെത്തിയത് നിരവധി ആരാധകരാണ്. T20 ലോകകപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശേഷം ജന്മനാടായ തിരുവനന്തപുരത്തെത്തിയ സഞ്ജുവിനെ സ്വീകരിക്കാൻ മന്ത്രി V ശിവൻകുട്ടിയും വിമാനത്താവളത്തിലെത്തി. ഈ വിജയം നാട്ടിലുള്ള എല്ലാവർക്കും സമ്മാനിക്കുന്നതായി സഞ്ജു സാംസൺ പറഞ്ഞു. മനസ്സ് പാളിപ്പോയപ്പോൾ സച്ചിൻ നൽകിയത് വലിയ പിന്തുണയാണ്. ടച്ചിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ട് മെസ്സേജസ് അയക്കുന്നുണ്ടായിരുന്നു. IPL കാണുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്ന് പാളി പോയപ്പോൾ എനിക്ക് എൻ്റെ ഇനി ആരെ വിളിച്ചാലാണ് ഒരു ഉപദേശം കിട്ടാൻ. അപ്പോൾ പിന്നെ ഒരു പേര് മനസ്സിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ സാറും ഭയങ്കര ജെന്യുവനായിട്ട് കണക്റ്റായി. വേൾഡ് കപ്പ് ഫൈനലിൻ്റെ തലേ ദിവസം വരെ സാറ് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയുണ്ടായി, എല്ലാം റെഡിയല്ലേ, ഹൗ ആർ യു ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഒരു എന്ത് പറയാനാണ്, എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അപ്പോൾ അതെന്തോ എനിക്ക് കിട്ടിയതിൽ വലിയ സന്തോഷം. തോൽവിയിൽ നിന്നും പാഠം പഠിച്ചു.
തുടർച്ചയായി പരാജയങ്ങൾ നേരിട്ടപ്പോഴാണ് എല്ലാ ബോളും അടിച്ചു കളിക്കുന്ന ശൈലി ഒഴിവാക്കിയത്. വലിച്ചടിച്ചടിച്ച് ഔട്ടായിക്കൊണ്ടിരുന്നത്. അപ്പം ഇനി വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് കുറേ കളി വലിച്ചടിച്ച് നോക്കി. അപ്പോൾ അത് ശരിയായിട്ട് നടന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വീഴ്ചകളൊന്ന് പഠിക്കണമല്ലോ. അപ്പോൾ ഒരു 5 മാച്ച് ഇവിടെ സീരീസ് ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് നമ്മുടെ രീതി അതാണല്ലോ, നമ്മുടെ ശീലി അനുസരിച്ച് നമ്മൾ ഭയങ്കര സ്ട്രൈക്ക് റേറ്റ് കൂട്ടാൻ നോക്കി. പക്ഷെ അത് നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വേറെ ഗെയിം പ്ലാനോടെ ഈ വേൾഡ് കപ്പ് പ്രിപ്പയർ ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു ഇതാണ്. കഴിഞ്ഞ 1 മാസമായി ഫോൺ ഓഫായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയാണ് തന്നെ എത്രമാത്രം ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതെന്നും സഞ്ജു സാംസൺ പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം. കുവൈത്തിലെ അബ്ബാസിയയിലുണ്ടായ വാഹനാപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിയായ തമിഴ്നാട് സ്വദേശി ജോയൽ മെവിൻ മൈക്കിളാണ് മരിച്ചത്. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ അമിത വേഗതയിൽ വന്ന വാഹനമിടിച്ചാണ് മരണം. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.